ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അഥവാ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 1 സ്പൂൺ കോൺഫ്ലോർ, 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, പിന്നെ 3 സ്പൂണ് പാൽപ്പൊടി, പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ മിൽക്ക് കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം ബീറ്റ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ലതുപോലെ നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാം. നമ്മുടെ മിൽക്ക് കേക്കിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ട് കേക്ക് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, എങ്കിലേ നല്ലതുപോലെ മിക്സായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ നമ്മുടെ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചീച്ച ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 3 സ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 3 സ്പൂണ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കേക്ക് ടിന്നിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചതാണ് ഫസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഇപ്പോൾ ഗ്യാസിലാണ് ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇനി ഒരു 30 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരാൻ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്കുള്ള ഒരു മിൽക്ക് സോസ് റെഡിയാക്കാം. നമ്മൾ ട്രെസ്ലെച്ചസ് കേക്കാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്ത പാലാണ്. പിന്നെ ഇതിലേക്ക് 3 സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചൂട് പാലിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള പാലിലേക്ക് ആയതോട്ട് നമുക്ക് പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും. അപ്പം നമ്മൾ TresLeches കേക്കാണല്ലോ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 3 മിൽക്ക് ആയിട്ട് സോസ് ഉണ്ടാക്കുന്നതിനാണ് TresLeches കേക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ സോസ് ചെയ്യുക. അപ്പം നമ്മുടെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുണ്ടുള്ള ഏത് പാത്രവും എടുക്കാം. നമ്മുടെ കേക്ക് ഒരു കുണ്ടുള്ള പാത്രമായിരിക്കണം. നമ്മളെ സോസ് ഒഴിച്ച് കൊടുത്താൽ സോസ് അതിൽ നിൽക്കണം. അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നമ്മുടെ കേക്കിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തന്ന പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 2 സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ഭാഗമാണത്. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ കുത്തി കൊടുക്കാം. നമ്മൾ ആ സോസ് കേക്കിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ കേക്കിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുകളിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ 2 സൈഡും നമ്മുടെ കേക്ക് നല്ലതുപോലെ ഇതുപോലെ കുത്തി കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ കുത്തി കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ കേക്കിലേക്ക് നല്ലതുപോലെ ആ സോസ് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് നമ്മുടെ ആ സോസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോസ് നമുക്കവിടെ ബാക്കി വെക്കാം. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്കിതുപോലെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സോസ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിമേ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊട്ടും നിർബന്ധമില്ല, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഏത് നട്ട്സ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ TresLeches കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സോസ് ഇതിൻ്റെ മുകളിലൂടെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ.